അർജുനൻ ജീവനോടെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് ആ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് വരും. അയാളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചുകൂടാകില്ല. ഇന്ന ഡേറ്റിൽ ഇന്ന സമയം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചു, അത് കിട്ടിയില്ല. അപ്പം കൃത്യമായിട്ട് ആ സ്ഥലം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് സമയം പറയാൻ പറ്റുമോ എത്ര സമയത്തിനുള്ളിൽ? നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ എങ്കിലും നമുക്ക് കേട്ടുകഴിവ് പോലും ഇല്ലാത്ത സംഗതികളായിപ്പോൾ നടന്നു മൊത്തം അല്ലേ? അതെ. അപ്പോൾ ഇതെല്ലാം ജഗദീശന്റെ കാര്യങ്ങൾ ഇല്ലാതാവട്ടെ. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. വാച്ചുകൾ വേണം നിങ്ങൾക്ക്. ഏകദേശം 1 കോടി രൂപ അടുപ്പിച്ചുള്ള വാച്ചുകൾ എന്നോട് ഇരിക്കുന്നത് കേട്ടോ. ഇത് ആരുടെയെന്ന് വെച്ചാൽ യൂസുഫ് അലി സാറിൻ്റെ വീട്ടിലോ ലാലേട്ടൻ്റെ വീട്ടിലോ മമ്മൂക്കയുടെ വീട്ടിലോ ഒന്നും അല്ല ഇരിക്കുന്നത്. ഒരു സാധാരണ ഒരു തന്ത്രിയുടെ വീട്ടിലോ ജോൾസിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഐഫോൺ ആപ്പിൾ ജോൾസൻ എന്നറിയപ്പെടും. അതുപോലെ തന്നെ വണ്ടികളോട് ക്രേസാണ്, വാച്ചുകളോട് ക്രേസാണ്. ഇതെല്ലാം ഗിഫ്റ്റഡാണ്. ഇതെല്ലാം പുറത്തുനിന്ന് ദുബായിൽ നിന്ന് അറബികൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊട്ടാരക്കര നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള പല ജോത്സ്യനും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവചനങ്ങൾ ഫലിച്ചിട്ടുള്ള ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ആളോടാണ് ഞാൻ ഇരിക്കുന്നത്, മുരാരി തന്ത്രിയോട്. നമസ്കാരം മുരാരി. നമസ്കാരം. നമസ്കാരം. കൊണ്ടുപോക്കട്ടോ, കുറച്ച് കടമുണ്ടായിരുന്നു. ഇതെല്ലാം ഗിഫ്റ്റാണല്ലേ? ഒന്ന് പറയാം ഇതൊക്കെ. ഇത് ഏത് വാച്ച് ഏതാണ്? റോളക്സ് ഒക്കെ ഉണ്ട്, 4 റോളക്സ് ഉണ്ടല്ലേ? ഇത് റോളക്സിന്റെ ഫസ്റ്റ് മോഡൽ വാച്ച്. ഫസ്റ്റ് മോഡൽ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാ. ഇത് പഴയ മോഡലാണ് കേട്ടോ. 20 വർഷത്തിന് മേളിൽ പഴക്കമുള്ള വാച്ച്. 20 വർഷം. ഇത് റോളക്സ് തന്നെയാണോ? ഇത് റോളക്സ് തന്നെയാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. അറബിക്കാണ്. അറബിക്ക. ഇതും എല്ലാം ഗിഫ്റ്റഡ് ആണല്ലേ? എല്ലാം ഗിഫ്റ്റാ. ഇത് അറബിക്ക് നമുക്ക് വായിക്കാൻ പോലും അറിയത്തില്ലല്ലോ. ഇല്ല. നമ്മൾ സന്തോഷമായിട്ട്. അതെ. ഇതിനകത്തെല്ലാം എഴുതിയിരിക്കുന്ന അക്കങ്ങളെല്ലാം അറബിക്കാണ്. ഇതിനകത്ത് നമ്മൾ പിന്നെ വേണേൽ 1, 2, 3 എണ്ണിയിട്ട് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇതാ 2. ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 20 ലക്ഷം കഴിഞ്ഞു. ഇത് അത് ഓട്ടോമാറ്റിക്കാ? ലിമിറ്റഡ് ആണോ? ഓട്ടോമാറ്റിക് ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചായിരുന്നു. അതെ. ഇതൊരു വലിയൊരാള് എനിക്ക് സന്തോഷപൂർവ്വം. പേര് പറയാൻ പറ്റുന്ന ആളാണോ? പേര് പറയത്തില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കറക്കുണ്ടാവൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടിക്കോളും. ഇതാ ഓടുന്നു. ഇനി അടുത്ത എടുക്കാം. ഇത് റാഡാണ്. ഇതൊരു ക്വാർട്സ് റാഡ ഇറങ്ങിയ സമയത്ത് കിട്ടിയൊരു വാച്ചാണ്. കുറേ വർഷമല്ലേ? കുറേ വർഷമായി. ഇനി അടുത്ത ഇരിക്കുന്ന റാഡാണ് കേട്ടോ. റാഡോ ഒബിയസ്ലി എല്ലാവർക്കും അറിയാം. ഈ ഡബിൾ പാലം ഇറങ്ങിയ സമയത്ത് ആളുകൾ ഉൾപ്പെടെ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ആറ്റൂർപ്പണം റഹീം എന്ന് പറയും. പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി എനിക്ക് ഒരു 24 വർഷമെങ്കിലായി കാണും. ആ കാലഘട്ടത്തിൽ പുള്ളി കൊണ്ടുതന്ന ഒരു ഗിഫ്റ്റായിരുന്നു. പുള്ളി സൗദിയിൽ നിന്ന് കൊണ്ടുതന്നായിരുന്നു. ഗിഫ്റ്റാണത്. ഇനി അടുത്തത് ഓട്ടോമാറ്റിക് ആണ് എൻ്റെ ഇരിക്കുന്നത്. ഇതും ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് റോളക്സ് ആണ്. ഇത് ലേറ്റസ്റ്റ് ഒരു 2019-20 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാച്ചാണ്. ഇത് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിലുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം കേട്ടോ. ഇതിന്റെ സെൻസർ, ഇത് സെൻസറാണ്. ഇത് ഞാൻ നോക്കി ഓടുന്നില്ല എന്ന് വെച്ചാൽ പറഞ്ഞ് അനീഷ് ചെറുതായിട്ടൊന്ന് കുലുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കുലുക്കിയപ്പോൾ ദാ കടന്ന് ഓടുന്നു. ഓടുന്നു. കുലുക്കി പോകണം. പൾസ് റേറ്റ് അനുസരിച്ചാണ്. എൻ്റെ ബാക്കിലേക്കാണ്ട് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതും ഗിഫ്റ്റാ. എത്ര വർഷം ഇത്? ഇതിപ്പോൾ അടുത്ത കാലത്ത് 2022. പിന്നെ വേറെ ആരോടെ കാണിച്ചിട്ട് ഞാൻ നമ്മുടെ ഇതിലേക്ക് പോവാം, ഇൻ്റർവ്യൂവിലേക്ക് പോവാം. ഐഫോൺ എല്ലാം തരുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐഫോൺ ജോലിച്ചെന്ന് എന്ന് പറഞ്ഞില്ലേ? ഇതാണ് സംഭവം. ഇദ്ദേഹം ഐഫോൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പോലും ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇത് ഇവിടെ തൊട്ട് തുടങ്ങാം. ചെറുത്. ഇത് പണ്ടത്തെ സ്റ്റാർട്ടിങ് അല്ലേ? ഇത് ഷേഖ് നാസർ അൽ-അഷാർ എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ ആദ്യം ഈ ഫോറസ്റ്റ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്നതാണല്ലേ? എത്ര വർഷം പഴക്കമാണ്? ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതല്ലേ? അമ്മയൊക്കെ യൂസ് ചെയ്ത് ഇതാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അമ്മയുടെയാണ്. ഇത് ഏതാണ് മോഡല്? ഇത് 5C. അല്ല, ഇത് 5SC. ഇത് 5SC അല്ലേ? 6SC ആണത്. 5C ആണ്. നമ്മുടെ ഇവിടുത്തെ നമ്മളെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ജിതു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചോണ്ടിരിക്കും. 13, 12, 13, 14 Pro Max, 13 Pro Max, 12 Pro ഉണ്ട്. അത് മോളുടെ 15 ഇരിപ്പുണ്ട്. പിന്നെ മോളുടെ ഇരിപ്പുണ്ട് 12 Pro അല്ലേ? ഇതാണ് കണ്ടോ കാര്യം. ഇതൊക്കെ നമ്മൾ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി എത്രമാത്രം ജോലിയാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം ഗിഫ്റ്റഡ് ആണ്. എല്ലാം ഗിഫ്റ്റാണ് അല്ലേ? അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൗച്ച്. സൂപ്പർ ആയിട്ടുണ്ട്. ഈ പൗച്ച് എന്ന് കാണുന്നത് വിദേശത്തുള്ള ഒരു ലേഡി ഗിഫ്റ്റ് കൊടുത്തത് എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ പോരാഞ്ഞിട്ട് ഒരു 1.25 ഒരു സാധനം ഉണ്ട്, 21 അല്ലേ? S21. ഇതും ഗിഫ്റ്റ് ആണോ? അപ്പൊ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാറില്ലേ? ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല
അത് ദൈവം കൂടെ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ? തന്ത്രിയെക്കുറിച്ച് ധാരാളം നെഗറ്റീവ്സ് കേൾക്കാറുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന മൊത്തം കള്ളമാണെന്നാണ് പറയുന്നത്, ഒന്നും വലിച്ചിട്ടില്ല. കാര്യം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഒരു കർണാടകയിൽ നമ്മുടെ പ്രിയ സഹോദരൻ പോയിട്ട് അദ്ദേഹത്തെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചു, അത് കിട്ടിയില്ല. അപ്പം കൃത്യമായിട്ട് ആ സ്ഥലം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ മണ്ണിന്റെ പ്രഷറിൽ ആ വാഹനം ഏത് ദിശയിലേക്ക് പോയെന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അന്ന് ഇന്റർവ്യൂവിന് വന്ന ആളെ ചോദിച്ചു ഇത് എവിടെയാണ്, ജലാംശത്തിൽ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന രാശിയിൽ വെള്ളത്തിൽ തന്നെയാണ്, അതെ, മണ്ണിന്റെ അടിയിലല്ല. അല്ല, ഇപ്പോഴും എന്താ ഏതിലാണ് ഉറച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പ്രചാരണത്തിൽ ഇപ്പോഴും ഉറച്ചിരിക്കുന്നുണ്ട്. തെരച്ചിലൊക്കെ നിർത്തിയല്ലോ അവര്, തെരച്ചിൽ നിർത്തി, നമുക്കറിയാം, കാലക്രമത്തിൽ അറിയാലോ. ഇപ്പം ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ അല്ലേ ഈ പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചുകൂടായില്ല. ഈ നിമിഷം നമ്മുടെ മൂവികളുടെ മീഡിയയിലെ പ്രേക്ഷകർക്ക് മുന്നിലായിട്ട് ഒരു പ്രവചനം ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയണമെങ്കിൽ അയാളെ ജീവനോടെ തന്നെ കിട്ടും എന്നാണ് എന്റെ ഉറച്ച ക്യാമറ നോക്കി ഒന്ന് പറയാമോ? ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം അർജുനൻ ജീവനോടെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് ആ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് വരും എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾക്ക് വലിയ മനസ്സ്, അതൊരു പൊന്നാവട്ടെ ആ നാക്ക്. ആ ചെറുപ്പക്കാരൻ വരണം. കുറേ പേരുടെ അത്താണിയാണ് ആ പയ്യൻ. അപ്പോൾ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ കുറേ നമ്മുടെ ബിഗ് ബോസിൽ അഖിൽ മാരാർ വിഞ്ചി, എനിക്കൊന്ന് ആദ്യത്തെ പ്രവചനം കേരളത്തിൽ നടത്തിയ താങ്കളാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യം പറഞ്ഞത് ഞാനത്. ആ പ്രവചനം പറയാൻ കാരണം എന്താ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞാൽ അത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞാൻ അന്ന് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ദുബൈയിലായിരുന്നു. ദുബൈയിൽ കിസൈസിലായിരുന്നു ഞാൻ. അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ എന്നെ കാണാമെന്ന്, മാരാറുടെ ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു, എന്നെ കണ്ടു. അപ്പം അതിലൊരാൾ അവിടുത്തെ ചാനൽ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു മാരാറിൻ്റെ നാട്ടുകാരനാണ്, നമ്മുടെ ബാല്യകാലം മുതൽ അറിയാവുന്ന ഒരു പയ്യനാണ്, വളരെ മിടുക്കനാണ്, അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ പ്രശസ്തനായ സിനിമാ നടന്റെ പുറകിൽ നിന്ന് ഒരാൾ മുമ്പിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ജയിക്കും എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു അതെ, ജയിക്കും എന്ന് തന്നെ. അത് പിന്നെ കുറച്ച് ചാനലൊക്കെ എടുത്ത് ബൂസ്റ്റ് ചെയ്യായിരുന്നു അന്നത്തെ അന്ന് കുറച്ചേ ബൂസ്റ്റ് വന്നോളൂ. കാര്യം എല്ലാവരും പറഞ്ഞത് 90 ദിവസം കഴിഞ്ഞപ്പോഴാണ് താങ്കൾ അത് പറഞ്ഞെന്നുള്ളത്. പക്ഷെ 90 ദിവസം കഴിഞ്ഞപ്പോഴല്ല പറഞ്ഞത്. എനിക്കൊന്ന് ഷിജു പടിഞ്ഞാറ്റിങ്ങര എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ സ്റ്റാർട്ടിങ് തൊട്ടേ പുഷ് ചെയ്യുന്നുണ്ട് അഖിലിനെ. നമുക്കെല്ലാം സന്തോഷമാണ്, അഖിൽ വിൻ ചെയ്യുന്നതിനകത്ത് നമുക്കെല്ലാം സന്തോഷമാണ്. അഖിൽ വേറൊരു ലെവലിലേക്ക് പോയാലും സന്തോഷമാണ്. ഈ പ്രവചനങ്ങൾ പലതും ഫലിക്കാതെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വരും, ഇന്നതൊക്കെ ചെയ്താൽ മതി, അതൊക്കെ ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തും രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ചീത്ത വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ പറയാറുണ്ടോ? കുറെ വർഷമായിട്ട് ഇന്നും നമ്മളുമായിട്ട് ആ ബന്ധമുള്ള ആൾക്കാർ ആ ബന്ധം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. 10-25 വർഷത്തിന് മുമ്പ് നമ്മളുമായിട്ട് സഹകരണമുള്ള ആൾക്കാർ ഇന്നും അതേ സഹകരണം തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ആ സഹകരണത്തിന് ഒരു ഓട്ടം വെച്ചിട്ടില്ലേ? താങ്കളുടെ യഥാർത്ഥ പേര് മുരാരിയും തന്നെയായിരുന്നു? അല്ല, എനിക്ക് 2 പേരുണ്ട്. അതായത് വളരെ രസകരമായ സംഭവം, ഞാനൊരു ചാനലും പറയാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല പേരുകൾ എൻ്റെ പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്തൊരു ആളിട്ടേക്കുന്നുണ്ട് ബൈജു, കൊട്ടാരകൃഷ്ണൻ്റെ ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ബൈജു എങ്ങനെ മുരാരിയായി. അതായത് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ നെയിം മുരാരി എന്ന് തന്നെയായിരുന്നു. റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ. അപ്പോൾ എങ്ങനെ അത് മാറി എന്ന് ചോദിച്ചാൽ, ഇവിടെ അരീക്കൽ ഒരു സ്കൂൾ തുടങ്ങിയ സമയത്ത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലകൃഷ്ണ സാർ. അങ്ങനെ ബാലകൃഷ്ണ സാർ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വിദ്യാർത്ഥികൾ ഇല്ലാതെ വന്നപ്പോൾ അവിടെ ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ പേരെ പേര് മാറ്റി ചേർത്തു. അനിൽ ചക്രവർത്തി, അനിൽ കൃഷ്ണൻ, റോസ്ചന്ദ്രൻ, ഇങ്ങനെ കുറെ പേരുകൾ ഇട്ട കൂട്ടത്തിൽ എനിക്കൊരു പേര് സാർ ഇട്ടു, രാജൻ ബാബു. രാജൻ ബാബു. അതാണ് ഞാൻ ഇതൊരു ചാനലുകളൊന്നും പറയാത്തൊരു സംഭവം. എന്റെ യഥാർത്ഥ പേര് രാജൻ ബാബു. അതായത് നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ പേര് മാറ്റുന്നത് താങ്കൾ മാറ്റി. രാജൻ ബാബു സാറ് മാറ്റിയ മാറ്റിയിട്ട് അതാണ് ഒഫീഷ്യൽ നെയിം. മുരാരി എന്ന് മാറ്റാൻ കാരണം എന്താ? മുരാരി ആദ്യത്തെ പേര് എന്റെ, അതായത് ജന്മം കൊണ്ട് തന്നെ മുരാരി എന്നാണ് പേരിട്ടത്. അതായത് ഇവിടെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇട്ട പേരാണ് മുരാരി. അതിനുശേഷം സ്കൂൾ തലത്തിൽ പഠനത്തിലൊക്കെ മുൻപിലായിരുന്നു. അപ്പോൾ ഇവിടെ ശാന്ത ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറുണ്ട് ഇപ്പോഴും ഈ അരിക്ക് അങ്ങോട്ട് തെറ്റിക്കുടി ഭാഗത്ത്. ടീച്ചറെ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇടയ്ക്ക് എന്നെ ടീച്ചർ പറഞ്ഞു, കണക്കിനകത്തവൻ ഭയങ്കര അഗ്രഗണ്യനായിരുന്നു, കണക്കാരും ടീച്ചർ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവിടം വരെ എത്തി എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ലേ വേണ്ടുന്നത്, ടീച്ചർക്ക് അഭിമാനമായിട്ട് പറയാലോ, ഇത് കണക്കല്ലേ, കണക്ക് നമ്മൾ അതേപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മാപ്പിളപ്പാട്ടിലേക്ക് വന്നു. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സ്ട്രീറ്റിലുള്ള ഒരു ടീച്ചറുടെ പോസ്റ്റിംഗ് ആയി.
അറബിക് ടീച്ചറായിട്ട് BB ടീച്ചറാണ് എന്നെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. മാപ്പിളപ്പാട്ട്, അറബന മുട്ട്, ദഫ് മുട്ട്, ഇങ്ങനെയുള്ള വേറിട്ട ചില കലകളിലേക്ക്, അന്ന് ഹിന്ദുക്കളൊന്നും ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ ഇല്ലാത്ത കാലത്ത് ചെറിയ പ്രായത്തിൽ നമ്മളെ അതിലേക്ക് കൊണ്ടുവരികയും പിന്നീട് രണ്ടാമത്തെ സ്കൂളിലേക്ക് മാറി ഹൈസ്കൂളിലേക്കൊക്കെ ആയപ്പം ശരിക്കും സ്റ്റേറ്റ് തലത്തിലൊക്കെ പോയി വളരെ ഗംഭീരമായിട്ട് ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ചു, ജയിച്ചു. അങ്ങനെ അതിലേക്ക് വന്നു. അപ്പോഴൊന്നും ഈ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എൻ്റെ പേര് അറിയത്തില്ല. സ്കൂളിലും നമ്മുടെ രാമേന്ദ്ര സാറായിരുന്നു അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ 8ാം ക്ലാസ്സിലൊക്കെ, 8 to 10 വരെ. അദ്ദേഹമൊക്കെ വിളിക്കുന്നത് മുരാരി തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ മുരാരി എന്നുള്ള പേര് വിളിക്കുന്നത് കൊണ്ട് ആ ഒരു നാമകരണത്തിൽ തന്നെ അറിയപ്പെട്ടു. എൻ്റെ യഥാർത്ഥ പേര് ഒരാൾക്കും അറിയാൻ പാടില്ലായി. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യും. മിനിമം പോസ്റ്റ് ചെയ്യുന്ന ഒരു യഥാർത്ഥ പേര് പോസ്റ്റ് ചെയ്യട്ടെ, ബൈജു, ഷിബു, അതൊന്നും വേണ്ട, രാജൻ ബാബു, അതാണ് യഥാർത്ഥ പേര്. ആ പോസ്റ്റ് ചെയ്ത ചേട്ടാ ആട്ടോ ഓടിച്ച് നടന്ന ആള് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു അത്. അന്നും അദ്ദേഹം 50 പൈസയ്ക്കും 1 രൂപയ്ക്ക് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, ജോത്സ്യം നോക്കിയിട്ടുണ്ട്. അപ്പോഴും കണ്ടില്ലേ വന്നപ്പോ പണ്ട് എന്റെ ജ്യോതിശാലത്ത് മേടയിലെ ജ്യോതിശാല അന്ന് അവിടെ വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 3 പേര് പണ്ട് വന്നിട്ടുണ്ട് എത്ര വർഷത്തിന് മുമ്പ്. അന്ന് അവര് തന്നെ 50 പൈസയാ. ഇപ്പൊ അവര് തന്നെ പറഞ്ഞത് ഞങ്ങൾ 3 പേര് ഇന്ന ആൾക്കാർ ഞങ്ങൾ പണ്ട് വന്ന് കണ്ടിട്ടുണ്ട്, ആള് തന്നെ ഇയാളല്ലേ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചേ. അപ്പൊ അയാൾ തന്നെ ഇയാള് ഒരു മാറ്റമില്ല. ഈ കൂടെ ഓട്ടോ ഓടിച്ച് നടന്നവരൊക്കെ ഇപ്പം ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നവർ കാണും. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാ അപ്പം കാണുമ്പോ എങ്ങനെയാ, അളിയാന്ന് വിളിക്കോ അതോ എന്ത് വിളിക്കണമെന്നുള്ള ടെൻഷൻ? അങ്ങനല്ല, ഞാൻ പണ്ട് ഇവരെ തന്നെ EM-നുള്ള ഉണ്ണിയെ ഇന്നലെ നമ്മുടെ ജോസിന്റെ മൊബൈലോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കൊരു വല്ലാത്തൊരു ഇത്, ഞാൻ ഉണ്ണി ഇങ്ങനെ തോളൊക്കെ ആയിട്ട് ഉണ്ണി അളിയ എന്തോണ്ടെന്ന് വെച്ചാൽ ഉണ്ണി ഇങ്ങനെ വിറക്കിയ ഷിവർ ചെയ്യാ പുള്ളി ഇങ്ങനെ. അവൻ എന്ത് പറയണമെന്ന് അറിയാമോ? ഞാൻ പറയട്ടെ, ഞാൻ പഴയ മുരാജി തന്നെ, ഒരു മാറ്റമില്ല, നിനക്ക് എന്തൊരു ഭയം എൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പം ജോസിന്റെ കടയിൽ നിന്ന് പിള്ളേരെല്ലാം ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ആത്മസൗഹൃദമല്ലേ. പണ്ട് ജോസ് തുടങ്ങിയ കാലം മുതൽ ആ കടയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സൗഹൃദം ഇന്നുണ്ട്. അപ്പം നമ്മൾ ആ സൗഹൃദങ്ങൾ എപ്പോഴും നിലനിർത്തി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ഒരിക്കലും മാറരുത്. ഇപ്പൊ അതിനകത്ത് ഒത്തിരി പേര് നേരത്തെ ഒരാളിട്ട് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, ഈ ഐഫോൺ എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാന്നൊക്കെ. എൻ്റെ ഇവിടെ നിൽക്കുന്ന എന്നോടൊപ്പം ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കുള്ള എല്ലാം കയ്യിലിരിക്കുന്ന ഐഫോണാണ്. ഇപ്പൊ എൻ്റെ മാനേജ് പൊട്ടത്തല സന്തോഷ്, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഐഫോണാണ്. അത് 10X Max. ദുബായിലൊക്കെ പുള്ളിയാണ് കൂടെ വരുന്നത്. പുള്ളിയെ മിക്കവാറും എൻ്റെ കൂടെ എല്ലായിടത്തും. പിന്നെ അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിലിരിക്കുന്നതും ഐഫോണാണ്, അതിലോണാണ്. അപ്പം ഞാൻ കൊടുത്തേ. എൻ്റെ സഹോദരിയുടെ കയ്യില്, എൻ്റെ അളിയന്റെ കയ്യില്, നമ്മുടെ ബന്ധുമിത്രാദികൾ ഒക്കുന്നവരൊക്കെ ഐഫോൺ ഫാമിലി. എനിക്ക് ഇത് ഉപയോഗിച്ച് ഒരു സമയം കഴിയുമ്പോൾ അടുത്ത ആളെണ്ണം കൊണ്ടുവരുമ്പോൾ ഞാൻ വേറെ കൊടുക്കും. പിന്നെ ഇതിനകത്ത് 1-2 ഫോണുകൾ ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചേക്കുന്ന കാര്യം, എൻ്റെ വിദേശത്തെ നമ്പറുകള്, അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം ഒക്കെ കിടക്കുന്ന 1-2 മൊബൈലുണ്ട്. അതാർക്കും കൊടുക്കത്തില്ല. ശരിയാവില്ലല്ലോ. അതെ അതെ, അത് ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ കൊടുക്കത്തില്ല വിചാരിക്കും ആൾക്കാർ, വിചാരിക്കും ഇവൻ അവിടെ ദുബായി പോയിട്ട് വാട്സപ്പ് എല്ലാം വേറെയാ. അതായത് എൻ്റെ മൊബൈലിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ മോക്കും അറിയാം, എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അതായത് ഒരു മൊബൈലിൽ തന്നെ ഏതാണ്ട് 25,000 പേരോളം കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു, എന്നെ കാണിച്ചായിരുന്നല്ലോ. പറയുന്ന ഒരു കാര്യമില്ല. അപ്പൊ ആ 25,000 പേര് നമ്മളുമായിട്ട് സഹകരണം 4 മൊബൈൽ വരുമ്പം ഈ 4 മൊബൈലിന്റെ ഐക്ലോഡ് 4 എണ്ണം. അപ്പൊ അത് സ്റ്റോറേജ് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടേക്കുന്നതാണ്. നമ്മളിതിനകത്ത് വലിയ വിദഗ്ധനായിട്ടൊന്നുമല്ല. പിന്നെ ഒരാള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യം സാധിക്കുമ്പോൾ അദ്ദേഹം സന്തോഷമായിട്ടൊരു സാധനം കൊണ്ടുത്തരുന്നു, നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അതൊരു മുട്ട. ഇന്നലെ ഒരാള് എനിക്ക് വളരെ രസകരമായ ഒരു ഭക്ഷണം ഉണ്ടായിട്ടുണ്ടോ, ഒരു കുരുവിക്കൂട്. ഞാൻ ഇന്നലെ അത് ഇൻസ്റ്റയിൽ എടുത്തിട്ടുണ്ട്. ഒരു കുരുവിക്കൂടും നമ്മുടെ ഈ എണ്ണയിട്ട് തിരികുന്ന കിഴി ഉണ്ടല്ലേ, കിഴി പോലൊരു സാധനം. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും മോഡലിങ്ങിന് കൊണ്ടുവന്നായിരിക്കും പുള്ളി. അപ്പൊ ഞാൻ ചെടോ എന്ത് സാധനം ഇത്, അത് തന്ത്രിയെടുത്ത് ശാലം കഴിച്ചു നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സാധനം ഇത്? അത് മുട്ട സാധനമൊക്കെ. ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിക്കാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഗതിയിൽ ഇരിക്കുമ്പോൾ ടച്ച് പോലും ചെയ്യാറില്ല. ആ മോള് വന്ന് മോക്ക് സന്തോഷമായിട്ട് എടുത്തു കൊടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പിയായി, എന്റെ മോള് ഹാപ്പി. ആദ്യമായിട്ട് നമ്മളങ്ങനെ മുട്ടയാണ് അതുകൊണ്ട് അങ്ങനെയുണ്ട്. ഞാനാദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി സന്തോഷപൂർവ്വം, പുള്ളി ഒരു പാചകത്തിനാണ് പുള്ളി ചെയ്തുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ഓരോരുത്തര് ഒരു മുട്ടായി മുതൽ ചിലപ്പോൾ അങ്ങേയറ്റം വരെയുള്ള പല സംഗതികളും അവർക്കുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സംഗതി നടക്കുമ്പോൾ അവർ തരാറുണ്ട്. നമ്മൾ ഈ കോൺട്രവേഴ്സീസ്, അതായത് നമുക്ക് കുറേ പല നടക്കാതെ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയിട്ട്
ഇന്നത് ചെയ്താൽ മതി, ഇത്ര ലക്ഷം രൂപ മുടക്കണം എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ടോ? അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ? ഇത്രയും നെഗറ്റീവ് കമന്റുകളും മറ്റുള്ളതൊക്കെ ഒരാളെങ്കിലും അതിനകത്തുണ്ടെന്ന് ഒരു പോസ്റ്റ് ഇട്ടാനല്ലോ അല്ലേ? പറ്റിച്ചെന്നുള്ളത്. ഇപ്പൊ പണ്ടൊരിക്കൽ ഒരു കഥയിൽ ഇദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അതെ, ഞാൻ പരിചയപ്പെടുത്തിയ ഒരാൾ, ആരാന്ന് പറയുന്നില്ല, ആരാന്ന് പറയുന്നില്ല. ഇദ്ദേഹം ഒരാളുടെ കാര്യത്തിന് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അനീഷാണ്. അന്ന് ഇത്രയും വലിയ ചാനലിന്റെ ആളൊന്നും ആയിട്ടില്ല, സാധാരണ അനീഷ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അനീഷേ? അന്നേരം പറഞ്ഞ എൻ്റെ ഒരു ആളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം, ഒരു പെൺകുട്ടി മിസ്സായ ഒരു വിഷയം ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് അവർ എത്തിയിരിക്കും, ഉറപ്പാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരായി, പറഞ്ഞ സമയത്ത് ഹാജരായി. ആ സമയത്ത് അവർ അവിടെ എത്തി. ഇത് പറയാനായാലും നമ്മുടെ കൊട്ടാരക്കര എന്ന് പറയുന്ന സംഭവം നാടിൻ്റെ പ്രശ്നമല്ല, നാട്ടുകാരുടെ പ്രശ്നമുണ്ട്. അപ്പം നാട്ടുകാരെ മൊത്തം പറയുന്നില്ല, ചില ആൾക്കാർക്ക് ചില രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. അതെന്താണെന്നറിയാം അനീഷേ, ഞാൻ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ കാക്കി ഉടുപ്പ് ഇട്ട് കാവി കയ്യിൽ കൊടുത്ത് ഇന്നും ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് സീറ്റിൽ ആളിനെ നോക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്നും ഇന്നും ഇവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. അതെ, കാരണം അടിക്കാൻ കൂടെ ചെയ്തെങ്കിൽ ഓക്കെ, വളരെ സന്തോഷമായിരുന്നു അല്ലേ? അവ അടിച്ച് എവിടെയെങ്കിലും കിടക്കും, അവ അങ്ങനെ തന്നെ പറയും. അത് ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ആൾക്കാർ ഇരിക്കുന്നത്. വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മോശമായ ഒരു തൊഴിലാന്ന് ഞാൻ കണ്ടിട്ടില്ല. ജോലിയല്ലേ അത്? പിന്നെ ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും 10-20 ഓട്ടോറിക്ഷ ഉണ്ടാക്കിയ ഒരാളാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഇപ്പോഴൊന്നുമല്ല, അന്ന് കിലോമീറ്ററിന് 3.5 എങ്ങാണ്ടുള്ള കാല. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയ ഒരാളാണ്. അപ്പം നമുക്കതിനകത്ത് ഭയമൊന്നുമില്ല. നമ്മളെ എന്ത് പറഞ്ഞാലും ഞാൻ ഓട്ടോറിക്ഷക്കാരനായിട്ട് തന്നെ ഏതൊരു സദസ്സിൽ, ഇനി ദുബൈയിലായാലും വേറെ ഏത് രാജ്യങ്ങളായാലും വലിയൊരു സദസ്സിൽ എന്നെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഓട്ടോറിക്ഷക്കാരനായ എനിക്ക് ഇവിടം വരെ എൻ്റെ സ്വന്തം കഴിവിൽ എൻ്റെ പാരമ്പര്യ ഗുണത്തിൽ ഇവിടം വരെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അതാകാം. ഇതെങ്ങനെയാണ് ഈ ജോത്സ്യൻ, അതായത് ഓട്ടോയിൽ നിന്നും കാര്യം ഇതെന്ന് പറയുന്നത് കറക്റ്റ് പ്രവചനമായിരിക്കണം. കുറച്ച് അതിൻ്റെ എന്താണ്, നമുക്കതിൻ്റെ എത്തിക്സ് ഉണ്ട്, പിന്നെ നമുക്കതിൻ്റെ ഈ നൊയമ്പ് പോലെ വ്രതങ്ങളുണ്ട്. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛന്മാർ 4 പേരായിരുന്നു. ഒരാള് ഭാഗവതത്തിൽ അഗ്രഗണ്യൻ, മറ്റുള്ളവർ, അതായത് 4 വേദങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാ. ഇവിടെ ആ ഒരു പാരമ്പര്യം നമ്മുടെ ഇവിടെ. ഇപ്പൊ മനീഷ് തന്നെ വന്നപ്പോൾ ചോദിച്ചില്ലേ, ഈ പഴയ വീട്ടിൽ തന്നെ. അതെ, വീട് ഇത്രയും പൈസ ഉണ്ടായില്ലെങ്കിൽ പൈസ നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വീട് പുതുക്കി പണിയാൻ ചോദിച്ചായിരുന്നു. ഏതാണ്ട് 100 വർഷത്തിനകത്ത് പഴക്കമുള്ള വീടാണ്. അപ്പം അന്നത്തെ കാലത്തുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ അതൊരു സൗരഭ്യം തന്നെയാണ് നമുക്ക് അല്ലേ? ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാള് കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ വീട്ടില് അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഇവിടെ ഒരു 10 പണിക്കാർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ജോലിക്കാരുണ്ട് വീട്ടിൽ. അന്നും 10 പേരുണ്ട്, ഇന്നും 10 പേരുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു പയ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ, നിന്റെ ഇരിക്കുന്ന ഏത് മൊബൈലാടാ? ഐഫോണാ. അതുകൊണ്ടിരിക്കുന്ന അണ്ണന്റെ ഇരിക്കുന്നതാ. ഇന്ന് പറയണമെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ബലമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം അല്ലേ? ഇവിടെ ജാതിയുടെ മതത്തിന്റെ ഒന്നും കാര്യമില്ല. ഒരാളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന മാനസികമായ ഒരു വിദ്വേഷം അവർ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരാൾ എൻ്റെ വേറൊരാളുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ടുണ്ട്. നീതി എന്ന് പറയുന്നത്, നീതി മുന്നേ എന്ന് പറയുന്ന ആളുടെ വീഡിയോയുടെ അടിയിലാണ് അയാൾ കമന്റ് ഇട്ടേക്കുന്നത്. കമന്റ് ഇട്ടിരിക്കുന്ന വളരെ വിശാല ഹൃദയനായ ഒരു വിദ്വാനാണ്, ടെന്നി ജോപ്പൻ എന്ന് പറയും. അതായത് സരിത കേസിലെ മുഖ്യ ആസൂത്രധാരകൻ. അയാൾക്കൊരു വിഷയം വന്ന സമയത്ത് എൻ്റെ അടുത്ത് പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, തന്ത്രി നാട്ടുകാരനല്ലേ? അപ്പൊ ഞാനെല്ലാം പറഞ്ഞേ, അയാളൊരു പാവം, നല്ല മനുഷ്യൻ. ടെന്നി ജോപ്പന്റെ കേസിലെ മുഖ്യ സൂത്രധാരൻ. അയാളിപ്പോ എൻ്റെ എല്ലാ പോസ്റ്റിലും വന്ന് അടിയിൽ പോസ്റ്റിട്ടുണ്ട്. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പുള്ളി ഇടക്കാലത്ത് ഞാൻ വെളിയിൽ നിന്ന് വന്ന സമയത്ത് പുള്ളിയുടെ ഒരു സിംഗടി ഇവിടെ പറഞ്ഞോട്ട് ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. ഇതിലിപ്പോ മദ്യം അവർക്ക് അടിക്കാൻ വേണമെന്ന് പറഞ്ഞു. പരിപാടി ഉണ്ടോ? എനിക്കില്ല. ഞാനപ്പോ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ സാധനം കൊണ്ടുവരാറുമില്ല, വേറെ ആൾക്ക് കൊടുക്കാറുമില്ല, പിന്നെ പൈസ വേണേ തരാം, നിങ്ങൾ മേടിച്ച് കഴിക്കും. അങ്ങനെ വന്ന ആളുടെ 2000 രൂപ കൊടുത്തു. ഇതേപോലെ എന്റെ അറിവിലുണ്ടായൊരു സംഭവം. പൈസ കൊടുത്തുവിട്ടില്ലേ കഴിക്കാൻ? പിന്നെന്താണ് പുള്ളിക്ക് മാനസിക പ്രശ്നമില്ല. എന്താ കമന്റ് എന്താ ഇടുന്നത്? പുള്ളി മോശമായ കമന്റുകൾ, അവനങ്ങനാണ് അവനെങ്ങനെയാണ്. അതിലെന്താ ഇയാളെക്കാട്ട് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഗിഫ്റ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും വരത്തില്ല. ഞങ്ങളിപ്പോൾ തന്നെ വന്നപ്പോൾ വലിയ ആൾക്കാർ ഇരിപ്പുണ്ട്, ഇരിക്കേണ്ട ആവശ്യമില്ല. ഇരിപ്പുണ്ട്, വലിയ ആൾക്കാർ ഇരിപ്പുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെ, ഇപ്പം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സീസ്, നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് വാമൂടാൻ പറ്റത്തില്ല. പക്ഷെ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രവചനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും പ്രവചനം നടത്തുമല്ലോ. അല്ല, ഇനിയുണ്ടോ? ഇപ്പൊ നിലവിൽ ഇനി നടത്തും. കഴിഞ്ഞ 2023 ഈ 2024 നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ അന്ന് പ്രവചിച്ചതാണ്. ഇപ്പം ഈ വയനാട്ടിൽ നടന്ന സംഭവം ആ 2023 മാതൃഭൂമി ചാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇവിടെ വന്നെടുത്തത്. അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് 2024 കാര്യങ്ങൾ എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ആ വീഡിയോ കണ്ടാൽ മതി. പക്ഷേ
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും, പെര വീഴുമ്പോൾ വാഴ വെട്ടുന്ന ഒരു രീതിയല്ല നമ്മളാരും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തന്നെ അവിടത്തേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നു. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇന്ന് ഇത്ര മണിക്ക് ഇവിടുന്ന് വയനാട്ടിലേക്ക്, ഞാൻ കേട്ടത് വയനാട്ടിലേക്ക് സ്വന്തം പൈസ കൊടുത്താണ് സാധനങ്ങൾ മൊത്തം. ഏകദേശം അല്ല, ഞാൻ ആർക്കെങ്കിലും സ്പോൺസറായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാളെ പൈസ മേടിച്ചിട്ടില്ല. നമ്മൾ സധൈര്യമല്ലേ പറയുന്നത്, ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന ഒരു സംഭവം ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ. വയനാട്ടിലേക്ക് ചെയ്യുന്ന നല്ല കാര്യം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വെളി കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ ഇരിപ്പുണ്ട് ഇത് കൊടുക്കുന്നതൊക്കെ കൊടുത്തു വിടാനായിട്ട്, എടുക്കാനായിട്ട്. അപ്പോൾ അതിലും കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ, 2024 തീരുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും പ്രവചനങ്ങൾ അങ്ങേക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്ന പരമമായ ഒരു സത്യമാണ്. അതൊരു താവരാടിക്കാം, കടലിൻ്റെ അടി കിടക്കുന്ന മുത്തശ്ശിപ്പി എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അത് വേദേതിഹാസ കാലം മുതലുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാവുന്ന ചില പ്രവചനങ്ങൾ ഇങ്ങനെ വെറുതെ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ നോക്കി അത് ഗണിച്ച് എടുത്തിട്ട് പറയുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതിലുള്ള ഒരു പ്രവചനം മാത്രമേ ഇവർ പറയുന്നുള്ളൂ തെറ്റിയിട്ടുണ്ടെന്ന്. അന്ന് ഈ പ്രവചനങ്ങളൊക്കെ ചെയ്ത സമയത്ത് പോസിറ്റീവ് വന്ന സമയത്ത് ഇവർ ആരെയും ഞാൻ കണ്ടില്ല നല്ലൊരു കമന്റ് എടുത്തു. നെഗറ്റീവിലല്ലേ വരത്തുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് നോക്കാതെ നേരത്തെ ഒരു മനസ്സിലൊരു ഉദ്ദേശം കാണുമല്ലോ, ഇത് നോക്കാൻ എത്ര സമയം എടുക്കും? ഇത് നോക്കാൻ നമ്മളൊരു ഗ്രഹസ്ഥിതി എടുത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയം അത് വെച്ച് നിങ്ങളുടെ ശാസ്ത്രഗതി ഇതെല്ലാം വെച്ചിട്ട് നോക്കും. എന്തായാലും 1.5 മണിക്കൂർ എന്തായാലും പോകും. അല്ല, എങ്കിലും ഈ വർഷം ഇനി എന്തെങ്കിലും അനർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ ചാൻസ് ഉണ്ട്? 2023 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ നമ്മുടെ ആ ഒരു ഗ്രഹസ്ഥിതി വെച്ചിട്ട്, അതായത് ഒരു വ്യാഴമാരത്തോടു കൂടിയാണ് അന്ന് ഇത് 2024 പറ്റി പ്രവചിച്ചത്. അപ്പൊ ശരിക്കും കുറേയേറെ ദുഷ്കൃതികൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതിവിടെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് ഓരോന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എങ്ങനെ എടുത്ത ആൾക്കാർ ട്രോളോന്ന് അറിയത്തില്ലേ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഇയാള് പേരെടുക്കാൻ വേണ്ടിട്ട് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കാന്ന് പറയും. പക്ഷെ നമ്മൾ അർജുന്റെ കാര്യം പറഞ്ഞ അർജുന്റെ കാര്യം ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉറച്ചിരിക്കുന്നത്, അതിനകത്തൊരു മാറ്റമില്ല. അർജുനൊന്നും പറ്റിയിട്ടില്ല, തിരിച്ചു വരും. തീർച്ചയായിട്ടും അർജുൻ തിരിച്ചു വരണമല്ലോ, തിരിച്ചു വരണം. നമ്മുടെ നാട്ടിന്റെ ആവശ്യമാണത്. നമ്മുടെ നാട്ടിന്റെ കാര്യം ഇപ്പൊ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോ തന്നെ ചെറിയല്ല വലിയൊരു വിപത്താണ് ഉണ്ടായത്. അപ്പം എല്ലാ തരത്തിലുമുള്ള സർക്കാരിന്റെ ആയാലും മറ്റുള്ള കാര്യങ്ങളിലായാലും നമ്മുടെ സാമുദായിക സംഘടനകളിലായാലും മറ്റ് സോഷ്യൽ മീഡിയയുടെ ആയാലും വളരെ ഇടപെടൽ നടന്നു. പക്ഷെ അതുപോലൊരു ഇടപെടൽ അവിടെ നടന്നിട്ടില്ല. അത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പം ആ ഒരു മനുഷ്യജീവന്റെ മൂല്യം അത്രത്തോളം അവിടെ കാണുന്നുള്ളൂ. താങ്കളുടെ വാക്കുകൾ ആ കുടുംബത്തിനൊരു ആശ്വാസമാകട്ടെ. തൊട്ട് പുറകെ ഇരിക്കുന്ന ഇരിക്കുന്നത് താങ്കൾ തന്നെയാണോ? അതെ, അത് എന്റെ ഒരു സുഹൃത്ത് ഫ്രാൻസ്. അതൊന്ന് എടുക്കാൻ പറ്റുമോ? സ്വർണ്ണമാണോ ഇതും കിടക്കുന്നത്? ചെറിയ സ്വർണ്ണമാല, സ്വർണ്ണമാല തന്നെ. അദ്ദേഹത്തിന് സ്വർണത്തിനോട് ഭ്രമമുണ്ട്. അതെല്ലാം ഗിഫ്റ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനും കൊടുത്തു ഒരു സ്വർണ്ണമാല അല്ലേ. കണ്ടോളൂ, ഇത് കൊള്ളാം. ഇതാരാ ചെയ്തെന്ന്? ഇതൊരു ഫ്രാൻസുകാരൻ ചെയ്ത. ഫ്രാൻസ് അല്ലേ? അദ്ദേഹം എന്നെ കാണാനായിട്ട് ദുബൈയിൽ വെച്ച് ദുബൈയിൽ വെച്ച് കണ്ടപ്പോ അവിടെ വെച്ചിട്ട് എന്റെ ഒരു സുഹൃത്ത് ഉണ്ണി എന്ന് പറയുന്ന ഒരാളുടെ നിർദ്ദേശാനുസരണം പുള്ളി ചെയ്തതായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്റെ കൊച്ചു വരെ മോതിരിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റീൽസ് ചെയ്യുന്ന തന്ത്രിമാരെ കണ്ടിട്ടില്ല. ഫുള്ള് അറബി പാട്ട്, മാപ്പിള പാട്ടുകൾ എല്ലാം ചെയ്യുന്നത്. അതുമായിട്ടുണ്ടായ ബന്ധം എന്ന് പറയുന്നത് ഒരു അഭേദ്യമായ ബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എന്നോട് പഠിച്ചിരുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു. കൊട്ടാരക്കര സ്ട്രീറ്റിലെ സുനിൽ, അനീഷ്, പിന്നെ അങ്ങനെ പറയുന്ന ഷമീന, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അന്ന് ഇവരോടെല്ലാം ഉള്ള സഹകരണം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നുള്ള ഭക്ഷണം മുന്നിലെ റാവുത്തറ മുന്നിലെ സുല്ലും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തെ എന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അന്ന് ഈ ജാതി ഭേദം മതദ്വേഷം ഇപ്പോഴും ആ ബന്ധം അതുപോലെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എപ്പോ അവിടെ വെച്ച് ഞാൻ അതിലെ വന്നാലും ഞാൻ അവനവിടെ ഉണ്ടെങ്കിൽ അവിടെ നിർത്തി അവൻ്റെ അടുത്ത് സംസാരിക്കാതെ പോലത്തില്ല. അതുപോലെ അനീഷ്, പിന്നെ അവിടെ സംസം ഹോട്ടലല്ലേ എൻ്റെ അടുത്ത് നിസാമ, ഇവരെല്ലാവരും ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക്. പിന്നെ നമ്മുടെ ഇറച്ചി കിട്ടുന്ന തടിയനില്ലേ, സ്ട്രീറ്റിൽ ചെല്ലുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് മറ്റേ നല്ല തടിയുള്ള പേര് മറന്നുപോയി. അവരെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ബെഞ്ചിരുന്ന് പഠിച്ചവരാ. ഇവർ വിചാരിക്കും ഞാനതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ്. എൻ്റെ നാട്ടുകാരനാണ് കേട്ടോ. ഞങ്ങൾ 2 സ്റ്റോപ്പിന് ഇപ്പുറത്തുള്ളൊരു ബന്ധമാണ്. എന്നാൽ ഇന്നാണ് എടുക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ, കാര്യം നമ്മുടെ ചാനലിലെ ഒരു ഇതെന്ന് പറയുന്നത് മിനി സ്ക്രീനിലെ ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സീരിയൽ സിനിമ താരങ്ങളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോത്സ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഹരി പത്തനാപുരത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ ഒരു ജോത്സ്യനെ ആദ്യമായിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. നമുക്ക് വേണ്ടി 2 പേര് മാപ്പിള പാട്ട് പാടണം.
തീർച്ചയായിട്ടും നിർബന്ധം അത് പാടിയേ പറ്റും. കാര്യം അതിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ആളല്ലേ. അതെ. ഫേവറേറ്റ് ആയിട്ടുള്ളുണ്ട്. അൽഹംദുടയോനേ അനുഗ്രഹം ഞങ്ങളിലേകിടണേ. വേറെ ഏതെങ്കിലും കൂടെ സംഗൃതവും വരെയൊക്കെ അറിയാമോ? സംഗൃത പമകരി തങ്കത്തുങ്കത്ത ദിങ്കിട ദിന്തിമതിടമേ. ആ പാട്ട് മൊത്തം എനിക്കറിയാവുന്ന, ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഇപ്പം ഒരുപാട് കാലമായില്ലേ. അറിയാവുന്ന ഒരു 2 വരി ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട്. എത്തി മിന്നത്താനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല, പാട്ട് വരികൾ ഓർക്കുന്നില്ല. പക്ഷെ കുറെ ഒരുപാട് പാട്ടുകൾ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് എല്ലാം പാട്ട് മാത്രമല്ല. അതിന് ഇന്നലെ ഒരു വിദ്വാൻ എന്നെ വിളിച്ചു കായംകുളത്തുനിന്ന്. എന്തോ ഹിന്ദുവിന്റെ ഏതാണ്ട് വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പരൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പേര് അറിയാമോ? പേര് അറിയത്തില്ല. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ് എന്നെ അടിക്കും വെട്ടും, ഹിന്ദുക്കൾക്ക് മൊത്തം ഒരു ആക്ഷേപമാണ്, മാപ്പിളപ്പാട്ട് കുറിയിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞു. തൊപ്പിയിട്ടോ തൊപ്പിട്ടോ പിന്നെ കന്തൂറായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. കന്തൂറായിട്ടുണ്ട് ഞാൻ. എനിക്കിപ്പോ ആ കന്തൂറ തന്നെ ഭയങ്കര ചരിത്രമാണ്. ഒരു വലിയൊരു ഷേഖ് ഫാമിലി പെട്ട ഒരാള് എനിക്ക് തയ്പ്പിച്ചിട്ട് തന്നെ 2 കന്തൂറ. അറബിമാരുടെ വേഷമാണ് കന്തൂർ എന്ന് പറയുന്നത്, അറബി വേഷം. ഈ ഗിഫ്റ്റ് അപ്പൊ അയാൾ പറഞ്ഞേക്കുന്നേ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെയാ എന്റെ ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടന് പോയി എവിടെയാ? ഞാൻ അങ്ങനെ കായംകുളത്ത് പോകുന്നുണ്ട്. എന്റെ ദേശം കായംകുളത്ത് കാണാൻ കിട്ടിയ ആളെ അടിക്കും. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം, ഞാൻ കായംകുളം ബസ് സ്റ്റാൻഡ് തൊട്ടിപ്പുറത്ത് കൊണ്ടുപോകും, ആട്ടോ സ്റ്റാൻഡിൽ. അപ്പൊ ആട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഞാൻ കാര്യം പറയാം. ഞാൻ അവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന കണ്ടോണ്ട് കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ ആട്ടോ സ്റ്റാൻഡിലെ നമ്മുടെ സുഹൃത്തുക്കൾ ചാടി വേണം എന്നെ കണ്ടോണേ. ചാടി കൊണ്ട് എവിടെ പോകുന്നു ചാടി വന്നാൽ ഞാൻ അവിടെ നിർത്തി അവരുടെ സംസാരിച്ചിട്ടിരിക്കുമ്പോ ഈ ഫോൺ കോൾ വരും. ഞാൻ പറഞ്ഞു കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ആട്ടോ സ്റ്റാൻഡിലുണ്ട്, ഇങ്ങോട്ട് വന്നാ ഇപ്പൊ കാണാനില്ല. ചേട്ടന്റെ അഡ്രസ്സ് പറഞ്ഞ് ഇവിടെ നിന്നുള്ള ആരെങ്കിലും ആട്ടോ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ്. അല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു എന്റെ വീട് ഇന്നടത്താണ്, ഞാൻ ഫുൾ ടൈം അവിടെ കാണുന്ന ഒരാളെ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ മനുഷ്യന്മാർ. ഈ ജാതിയും മതവും പറഞ്ഞ് ഇന്നും ഇത്രയും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇപ്പൊ ഇവിടെ ഈ നടന്ന ഒരു ഉരുൾപൊട്ടലില് ആരാ സഹായിക്കുന്നേ? ജാതി നോക്കിട്ടാ. ഹിന്ദുവിനെ മുസൽമാൻ എടുത്തോണ്ട് പോകുന്നു, മുസൽമാനെ ഹിന്ദു എടുത്തോണ്ട് പോകുന്നു, ക്രിസ്ത്യാനിയെ മുസൽമാനെ ഹിന്ദു കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോകുന്നു. നമ്മൾ ഈ വീഡിയോകളൊക്കെ കാണുന്നില്ലേ? ഇവിടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ ആ ജാതി. കൊറോണ സമയത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ മുസ്ലിം ആയിരിക്കും ആഹാരം കൊണ്ടുകൊടുക്കുന്നത്, ചിലപ്പോൾ തിരിച്ചായിരിക്കും. എനിക്ക് അനുഭവമുള്ള കൊറോണ സമയത്ത് ഒരുപാട് എന്റെ അടുത്ത് ചോദിച്ചു, ഈ കൊറോണ കാലത്തിൽ നിങ്ങൾ എവിടെ ആയിരുന്നു? ജലപ്രളയം ഉണ്ടായപ്പോ എവിടെ ആയിരുന്നു? ആലപ്പുഴ 12 ക്യാമ്പിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും ഒരു ട്രക്ക് നിറച്ച് ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ബോട്ട് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്ത ഒരാളാണ്. അതുപോലെ കൊറോണ സമയത്ത് ഈ നമ്മുടെ ഈ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ മൊത്തം അന്ന് ശുചീകരണം നടത്തിയതും ഞാനാ. അത് നമ്മുടെ നേതൃത്വ പഞ്ചായത്തിൽ ചോദിച്ചാൽ അവിടുത്തെ ഭരണകർത്താക്കൾ പറയും. ഇപ്പം നമുക്ക് പുറത്ത് സോഷ്യൽ മീഡിയ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ട് ഇപ്പം കുറച്ച് പേരെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, തന്ത്രി ഇത് രഹസ്യമായിട്ട് കൊടുക്കരുത്, നിങ്ങൾ എല്ലാവരും അറിയണം, ചെയ്തു എന്ന് പറയുന്ന എല്ലാം നമ്മൾ അറിയിക്കണം. അതുകൊണ്ട് മാത്രമേ സ്റ്റാൻഡ് അടിയിൽ വന്ന ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇയാൾക്ക് കള്ളപ്പണം കിട്ടുന്നതല്ലേ ഇയാൾക്ക് കൊടുത്തൂടെ. അപ്പൊ എന്തുകൊണ്ട് ഇപ്പം ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ അയാൾക്ക് ദിവസം 1000 രൂപ ഉണ്ട്. ഒരു വീട്ടിൽ 4 പേര് പോകെങ്കിൽ അതിനകത്ത് 100 രൂപ വെച്ച് അവർ മാറ്റി വെച്ച് കൊടുക്കാം, അല്ലേ? ഒരു 4 കയ്യിൽ മേടിച്ചു കൊടുക്കാം, അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? കുറവാണ്, ചുരുക്കമാണ്. വിമർശിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇദ്ദേഹം തന്നെ എത്രയോ വർഷമായിട്ട് എന്നെ അറിയാം. കുട്ടിക്കാലം മുതൽ അനീഷിനെ എനിക്കറിയാം, ആ അനീഷിനെ എന്നെ അറിയാം, അല്ലേ? ആ ഒരു ബന്ധം അന്ന് നിന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇടയ്ക്ക് എങ്കിലും ഒരു മെസ്സേജ് അയക്കാറുണ്ട് ഇദ്ദേഹം, എവിടെയാ, എന്താ വിശേഷം, നാട്ടിലുണ്ടോ? അപ്പൊ ഞാനും തിരിച്ച് മെസ്സേജ് അങ്ങോട്ട് അയക്കാം. എപ്പോഴെങ്കിലും ഉള്ളത് ഒരു 4-5 മാസം കൂടുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ. ഈ അങ്ങനെ പറയുമ്പോഴും ബെൻസൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആ ബെൻസ് ഇവിടെ കാണുന്നില്ല. ബെൻസ് സർവീസിന് കൊടുത്തേക്കോ, അപ്പം തിങ്കളാഴ്ച കിട്ടും. അത് ആരാ തന്നേരാണ്? അതൊരു വിശാല മനസ്കനായ ഒരാളാണ്, അങ്ങനെ ആളെ പറയാൻ പറ്റത്തില്ല. അല്ല, അതും എനിക്കൊന്ന് അറബി മലയാളിയാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഘം നടക്കാതിരുന്നു. അപ്പൊ ഇവിടെ എന്നെ പുള്ളി കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, തന്ത്രി എന്റെ ഈ സംഗതി നടക്കുന്നതാണ്. ഞാൻ വന്ന ബെൻസ് ഇദ്ദേഹത്താണ്. അദ്ദേഹം ബെൻസ് പറഞ്ഞാൽ എനിക്കറിയത്തില്ലേ ഇദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു ബെൻസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഈ കാര്യം ഞാൻ നടത്തത്തില്ല എന്ന് പറഞ്ഞു. 15 ദിവസം പുള്ളിയുടെ കാര്യം നടന്നു. പുള്ളി ബെൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് താക്കോൽ തന്നിട്ടില്ലേ? പേര് മാറിയത് ഈ അടുത്ത സമയത്താണ്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരോട്
ആ ഏതെങ്കിലും ഒരു പ്രവചനം എടുത്തു പറയണമെങ്കിൽ ഏതായിരിക്കും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 2023 പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു. ഇതൊരു പ്രവചനമായിട്ട് തന്നെ കൂട്ടുക. ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ എന്ന് പറയുന്നത് പരസ്പരം വിദ്വേഷവും, മതമായാലും വ്യക്തികളായാലും, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല നിസ്സാര അനുഭവം, അതുപോലെ മാനസിക വെറി പൂണ്ട മനുഷ്യനായി മാറും. അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വളർന്നിരുന്ന ചുറ്റുപാടുകളായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ, അല്ലേ? നമ്മളിപ്പോ കണ്ടുവരുന്നില്ലേ? ഓരോരുത്തരും ജാതി പറഞ്ഞാൽ പരിചയപ്പെടുന്നത്. ഞാനിപ്പോ എടുത്തു പറഞ്ഞു, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും സംശയം ഞാൻ നമ്പൂരിച്ചനാണോ ബ്രാഹ്മണനാണോ. ബ്രാഹ്മണൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനൊരു ഹീരോൻ SNDP-കാരനാണ്. അതുകൊണ്ട് അവിടെ ശ്രീനാരായണന്റെ ഫോട്ടോ വെച്ചേക്കുന്നത് എനിക്ക് വെക്കത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബമുള്ളവരാക്കളെ തലയെല്ലാം അവിടെ വെക്കും. അപ്പം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ കുറ്റം പറയുമ്പോഴും മറ്റൊരാളെ അസഭ്യം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നും ചിന്തിക്കണ്ടേ? നമ്മൾ എന്തായിരുന്നു ചിന്തിക്കണം. അനീഷ് ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നു. അനീഷിന്റെ കുറെ ഇന്റർവ്യൂകൾ ഞാൻ ഈ അടുത്ത സമയത്താ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അന്നേരം ഞാൻ അനീഷിനെ ശരിക്കും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് സൗഹൃദം ശരിക്കും, അല്ലെ? നമ്മളെന്നാ ചോദിക്കേണ്ട കാര്യങ്ങളും ചോദിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ടായിരുന്നത്. അതല്ലേ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മസൗഹൃദം നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കും. ഇപ്പൊ അനീഷിനെ കുറ്റം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. എന്നെ അനീഷ് കുറ്റം പറഞ്ഞാൽ അനീഷിനെ ഒന്നും കിട്ടത്തില്ല. എന്നെ 4 പേരോട് അറിയും. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ആവശ്യമില്ലാത്ത കമന്റുകളും കാര്യങ്ങളും എല്ലാം ഒത്തിരി പേര് അടിച്ചുവിട്ടു. ഇതിന് ശേഷം കുറേയേറെ കോളുകൾ എനിക്ക് തോന്നുന്നു ആരും എന്നെ മോശമായിട്ട് പറഞ്ഞാൽ, ഇന്നലെ ഒരു വിദ്വാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതായത് ഹിന്ദുവിന്റെ ഏതോ വലിയ വക്താവാണ് പുള്ളിയാണോ പറഞ്ഞത്. നമ്പരൊക്കെ ഞാൻ വളരെ രസകരമായിട്ടാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. എന്താ സേവ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം. അയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് നേട്ടം അയാൾക്കുള്ള? അല്ല, ഈ സ്വർണങ്ങളോട് ഭ്രമമുണ്ടോ അതോ? ഞാൻ അതൊരു രസകരമായ ഒരു കഥ പറഞ്ഞാണ്. അതായത് ഇത് വ്യക്തമായിട്ട് ആളിനെ ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമെന്ന് പറഞ്ഞു. അതെ, അത് തീർച്ചയായിട്ടും ആൾ ഉൾപ്പെടെ പറയണമല്ലോ. അതായത് കടക്കലിന് കിഴക്ക് ചിതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അവരെ ഇരട്ടപ്പേര് കുതിരയെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരറിയും. ഒരു ലേഡിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള്. അവരുടെ വീട്ടിൽ സ്ഥിരം കള്ളം കയറും. ഭയങ്കര കോടീശ്വരിയാണ്. അന്നത്തെ കാലത്ത് മഹീന്ദ്രയുടെ ജീപ്പ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അന്നേരം ആലോചിച്ച് ചോദിക്കണം എന്തുമാത്രം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരിക്കും ഈ വ്യക്തി. അങ്ങനെ എന്നെ 10 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങനെ എന്നെ ഒരു കാണാൻ വരുന്നു. കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൽ എൻ്റെ വീട്ടിൽ കള്ളൻ കയറും, എനിക്ക് ഈ കള്ളനെ പിടിച്ചു തരണം, ഞാൻ നിങ്ങൾക്ക് ഒരു 5 പേരെ മാല കൊണ്ട് തരും. കള്ളനെ പിടിച്ചു തന്നു. അവരെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്, ഇന്നും തരുന്നുണ്ട്. ഞങ്ങളവിടെ പോയി ഒരു ക്രിയ ചെയ്തു. ഇത് വിശ്വസിക്കത്തില്ല ഒരാള്. അതുകൊണ്ടാണ് ഞാൻ ഈ അറ്റംപുള്ളി അടയാള സഹിതം പറയുന്നത്. അപ്പൊ അവര് വീട്ടിൽ തന്നെയാണ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ കിടന്ന കള്ളൻ എഴുന്നേറ്റ് ഒരു വീടിന്റെ പുറകെ വന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ചു, പുറകിലുണ്ടെന്ന്. ഭയങ്കര സൈസ് ആള്. അവരൊരു വലിയൊരു ടോർച്ചും ഒക്കെ എടുത്ത് ചാടി. ആ സമയത്ത് തന്നെ കടക്ക സ്റ്റേഷനിൽ നിന്ന് പോലീസ് ജീപ്പ് നൈറ്റ് പെട്രോളിംഗ് വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ കള്ളൻ ചാടി. കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. പിറ്റേന്ന് താത്ത എനിക്ക് 5 പേരുടെ ഒരു മാല കൊണ്ട് തന്നെ. വെറുതെ ഒരു തള്ളാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ, അത് ആളിനെ സഹിതം പറയുന്നുണ്ട്. ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ആ സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ അറിയില്ല. പണ്ട് ഇതുപോലെ ഒരാൾ വന്നോടുന്ന് കർമ്മം ചെയ്ത് കള്ളനെ പിടിച്ചത് ഭയങ്കര ഫേമസ് ആയിരുന്നു സംഭവം. അപ്പൊ കർമ്മം ചെയ്ത് നമ്മള് കള്ളനെ വരെ പിടിക്കും. നമ്മള് വന്ന് പിടിച്ചിട്ടുണ്ട്, ഇന്നും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ആദ്യമായിട്ട് എന്റെ ശരീരത്ത് ഒരു സ്വർണ്ണാഭരണം വരുന്നത് അവര് കൊണ്ടുതരുന്നേ. ഇന്ന് സ്മരണയോട് കൂടിയാ. അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്, കയ്യിലുണ്ട്. ഇതൊക്കെ എല്ലാം ഗിഫ്റ്റുകളാണെന്ന് മനസ്സിലായി. കാര്യം അതല്ലെങ്കിൽ ഊരി വെക്കുമല്ലോ. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ ഇൻകം ടാക്സ് വരെ മേടിച്ച് ഊരി വെക്കും. അത് ഗിഫ്റ്റായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാം ധൈര്യമായിട്ട്. നമുക്ക് വെക്കാലോ. അതുപോലെ എൻ്റെ വളർച്ചയുടെ 1ാം ഘടകം, അതും ഇതുപോലെ ഒരു ആളെന്നെ കാണാൻ വന്ന് കിടക്കുന്നു. അവർക്ക് കട്ട കമ്പനിയുള്ള ആളാണ്, സീജ ബ്രിക്സിന്റെ ഓണർ. അപ്പോൾ അദ്ദേഹം വന്നു. അവർക്കൊക്കെ ഇവിടെ വന്ന് എന്നെ കാണുന്ന ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ ഒരു ജ്യോതിഷാലയം ഞങ്ങൾ ഇട്ട് തരാം. അങ്ങനെ എന്നെ വിസത്ത് താത്ത 5000 രൂപ ആളിനെ സഹിതം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പിന്നല്ലേ പ്രയാൾ വന്നിട്ട് ചാനലിൽ വന്നിട്ട് തള്ളിയാണ് അല്ലേ? നബീസത്ത് താത്ത 5000 രൂപ കൊടുത്ത് അവിടെ ഒരു കട എടുത്ത്
അതിനകത്ത് ഫർണിച്ചർ മൊത്തം ചെയ്തു. ഇതുപോലൊരു ക്യാബിൻ, ആ ഓർമ്മയ്ക്ക് തന്നെ ഈ ക്യാബിൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരുന്നു ആ ക്യാബിൻ. അതിനകത്ത് കയറുന്ന ഇതിലേക്കൂടെ ഇങ്ങനെ ഫുള്ള് ക്യാബിൻ ചെയ്തു. അന്നത്തെ കാലത്ത്, അന്ന് എന്നെ കാണാൻ വന്നിട്ടുള്ളവർക്കറിയാം, ഈ ചാനൽ കാണുന്ന പലരും കാണുമല്ലോ, അന്നത്തെ കാലത്ത് AC റൂമുള്ള ജ്യോത്സ്യന്മാരില്ല. ഈ 10-20 വർഷത്തിന് മുമ്പ് സാംസങ്ങിന്റെ ഒരു വിൻഡോ AC സഹിതം ഫിറ്റ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുവന്ന ഒരു സാംസങ്ങിന്റെ അല്ലേ? സാംസങ്ങിന്റെ. നമ്മൾ ഇവിടെ നിന്ന് നടക്കുന്ന ഫാൻ്റെ കീഴില്ല, അവിടെ ഓഫീസ് AC-കകത്തായിരിക്കുന്നത്. അപ്പം ആ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മയിലൂടെ ഉണ്ടാക്കിയത് അല്ലെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് എനിക്ക് റാഡോ വാച്ച് കൊണ്ടുതന്നത്. അപ്പൊ ആ കുടുംബവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇന്നും ആ ബന്ധം അതേപോലെ കാത്തു സൂക്ഷിച്ചു. ഈ ഇടയ്ക്ക് ഞങ്ങളവിടെ പോയി എല്ലാ വർഷവും ഞങ്ങളവിടെ പോകാറുണ്ട്. വർഷത്തിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ആ ബന്ധം എന്താ. ഞാൻ ഒരു കാര്യം താങ്കളുടെ വിലയേറെ സമയം കളയുന്നില്ല, കാര്യം ഇനിയും വരാനുണ്ട്. ഒരു ചോദ്യം കൊണ്ട് എനിക്ക് ചോദിക്കാനുണ്ട്. കാര്യം ഈ സിനിമാ താരങ്ങളെല്ലാവരും ജ്യോത്സ്യന്മാരെ കാണാൻ പോകാറുണ്ട്. അവർ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ട്, കാര്യം അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമാ താരങ്ങൾ എത്ര പേര് താങ്കളെ കാണാൻ വന്നിട്ടുണ്ട്? ഒരുപാട് പേര്. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പേര് പറയാൻ പറ്റുന്ന പേര് പറയാത്ത വേറൊന്നുണ്ടല്ലോ, നമുക്ക് ഈ ആത്മസൗഹൃദങ്ങളുണ്ട് ഒരുപാട് പേര്. അവരുടേതായ പേഴ്സണൽ പല കാര്യത്തിൽ ഇപ്പൊ ഞാനിത് പറയാൻ ഈ മറ്റേ പേരെടുത്ത് പറയാൻ കാരണം വ്യക്തിപരമായ ഒരു അറിവിലേക്കാണ്. അതെ 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 തീർച്ചയായും. തെളിയതാ, അല്ലെങ്കിൽ അവരങ്ങനെ സംഭവം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ മാല കൊടുത്തിട്ടില്ല എന്നൊന്നും ഒരാൾ പറയാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു ഇത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നമുക്ക് അവരോടുള്ള അടുപ്പം അവരും നമ്മളുമായിട്ട് ഇപ്പോഴും നമ്മുടെ ഈ സ്ക്രീനിൽ, അതായത് ഇപ്പൊ ബിഗ് സ്ക്രീനിൽ ഇപ്പം നിലവിൽ ഇപ്പോഴും അവരൊക്കെ ഉണ്ടോ? ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പോഴും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പേരെടുത്ത് പറയാൻ, ഒരു സംവിധായകന്റെയോ ഒരു സിനിമാ താരത്തിന്റെയോ പേരെടുത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കും. ശരി, പേര് വേണ്ട. പ്രവചിച്ചിട്ട് രക്ഷപ്പെട്ട ഏതെങ്കിലും നടന്മാരും നടിമാരുണ്ടോ? ഉണ്ട്, 100%. എത്ര പേരുണ്ട്? അത് ഒരാളെ ഞാൻ വ്യക്തത എടുത്തു പറയാം. അദ്ദേഹം ഒരിക്കലും പറയത്തില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഉണ്ടോ പക്രു ചേട്ടൻ? ഒരാളെ കാര്യം മാത്രം. ഇവിടെ വന്നിട്ടുണ്ടോ അദ്ദേഹം? പറയട്ടെ, മൊത്തം അദ്ദേഹത്തിന് എടുത്ത് ചോദിച്ചാൽ മതി. ഞാനും അദ്ദേഹമായിട്ടുള്ള അടുപ്പാണ്. ഡോക്ടർമാർ വരെ അദ്ദേഹത്തിനെ ഒഴിഞ്ഞ ഒരു കേസിൽ, അതായത് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് പുള്ളിക്ക് കണ്ടലിനൊരു പ്രശ്നമായി കിടക്കുന്ന സമയത്താണ് എന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, വലിയൊരു നടൻ, എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു സംഭവങ്ങൾ, പുള്ളിയുടെ ഇന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചെയ്തു. ഇന്നും അദ്ദേഹത്തിന്റെ കരുത്തെ ഞാൻ ചെയ്തു കൊടുത്ത സമയത്ത് കിടക്കുന്നത്. അത് അദ്ദേഹം എവിടെയും കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളിനെ എനിക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? മിക്കവാറും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. ഏത് കാര്യമായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ചില വ്യക്തിബന്ധങ്ങളാണ് അല്ലേ? അല്ല, പുള്ളിയും പറയുന്നുണ്ട്, കുഴപ്പമില്ല. പുള്ളി പറയുന്നുണ്ടല്ലോ, താങ്കളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്നെ പറ്റി ചോദിച്ചാൽ പുള്ളി മോശമായിട്ടൊന്നും പറഞ്ഞു, അതെനിക്ക് വിശ്വാസം. അപ്പൊ ആ പുള്ളി വഴി സംവിധായകന്മാർ, എടുത്തു പറയത്തക്ക സംവിധായകന്മാർ എത്ര പേരുണ്ട്. അപ്പം എല്ലാവരുടെയും കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, പറ്റുമോ? ഇല്ല. അപ്പം ഒരാളെ അവഹേളിക്കുന്ന തരത്തിൽ നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പൊ അനുഭവത്തിന്റെ വിളിച്ചതിൽ ഓരോന്നും പറയാം. എത്രയോ ഡോക്ടർമാർ, എത്രയോ വലിയ വലിയ മന്ത്രിതലങ്ങളിൽ ഇരിക്കുന്നവര്, MP തലങ്ങളിൽ ഇരിക്കുന്നവര്, അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ? വരും. രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ടോ? ഒളിച്ചു പാത്തും വരുന്ന രാഷ്ട്രീയക്കാർ കാണും. അങ്ങനെ ഒളിച്ചും പാത്തും വരുന്ന ഇവിടെ എത്ര പേര് വരുന്ന ഒരു ദിവസം അവരെല്ലാം കാണത്തില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് നാണക്കേടാന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ഇല്ല. പിന്നെ അതുപോലെ ഈ 2025 ബിഗ് ബോസിലേക്ക് കൊട്ടാരക്കര ആരെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ? ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. തന്ത്രിയുടെ മുമ്പ് ഇരിപ്പുണ്ട് ആള്. വെളി വന്നാ പോവോ ബിഗ് ബോസിലേക്ക്? എവിടെ വന്നാലും പോകും, പോയി ചെയ്യോ? അവിടെ പോയി പ്രവചനം നടത്തി എല്ലാരും പുറത്താക്കുമോ? ചുമ്മാ ചോദിച്ചതാ. കാര്യം അല്ല, സീരിയസ്ലി കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. സൗഹൃദത്തിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ, അധികാരത്തിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. സോറി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇനിയും താങ്കളുടെ പ്രവചനങ്ങൾ നന്നായിട്ട് ഫലിക്കട്ടെ. ഇനി വരുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ താങ്കളുടെ വാക്കുകൾ കൊണ്ട് തന്നെ കിട്ടട്ടെ. ഈ ഒരു നമുക്ക് സമയം പറയാൻ പറ്റുമോ? എത്ര സമയത്തിനുള്ളിൽ എങ്കിലും കിട്ടും? ആള് ജീവനോടുണ്ട്. ശരിക്കും ഈ ലോകത്ത് തന്നെ ഇപ്പം നടക്കുന്നതൊക്കെ എന്തൊക്കെയാ? പ്രളയം അല്ലേ? നമ്മൾക്ക് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത സംഗതികളാണ് ഇപ്പൊ നടക്കുന്ന മൊത്തം അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം ജഗദീശന്റെ കാരണം കൊണ്ട് ഇല്ലാതാവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. മനുഷ്യനാവാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചില സമയങ്ങളിൽ. പ്രകൃതിക്ഷോഭമായി മാറുന്നു. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പോസ്റ്റ് എന്റെ എടുത്തിടുമ്പോൾ അതിനടി വരുന്ന കമന്റുകൾ ചിലപ്പോൾ നമുക്ക്
താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. പലരും ഇടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ട്രോളുന്ന ട്രോളുകൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. എൻ്റെ അടുത്ത് ഇന്നലെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ 1-2 പേര് എന്നെ ട്രോളിയേക്കുന്ന വീഡിയോസ് ആയത് എടുത്തിട്ട് വന്നിട്ട് തന്ത്രി ഇത് കണ്ടിട്ട് ആ വോയിസ് ആണ് ഞാൻ കേൾപ്പിക്കാം. തന്ത്രി ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അത് ഒരു എൻ്റെ കൂടപ്പുറപ്പല്ല, ഞാനുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല, എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരാളാണ്. ഇത് ഇന്നലെ എടുത്തിട്ട് തന്നെ ഇന്നത്തെ ഇവിടെ ഉണ്ട്. തപ്പി എടുക്കണതിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ മറുപടി ഇത്രയുള്ളൂ, അത് അയാളുടെ വിവരം, വിവരമില്ലായ്മ, അയാളുടെ വിവരം, അയാളുടെ ജനസിന്റെ ഘടകം, ഇതൊക്കെയാണ് അയാളിൽ നിന്ന് വന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും പല പ്രവചനങ്ങൾ നടക്കുന്നു, ചിലത് അൺഫോർച്ചുനേറ്റ്ലി പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ അർജുൻ്റെ കാര്യം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാ, മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഉയർച്ച, ഉന്നതി, അഷ്ടൈശ്വര്യം ഇതൊക്കെ ഈശ്വരൻ തരുന്നതാണ്. പക്ഷേ ജാതിയുടെയും മതത്തിൻ്റെയും വ്യക്തിയുടെയും പേരിൽ നമ്മൾ ഒരാളെയും അവഹേളിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ നിൽക്കരുത്. നമ്മൾക്കൊരു ജീവിതത്തിൽ നമുക്കെപ്പോഴും സൗഹൃദം മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ട്, അല്ലാതെ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ലഭിക്കുക, അല്ലേ? അതെ. അതുകൊണ്ട് എല്ലാവരും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും മുമ്പോട്ട് പോകുക. പ്രകൃതി ദുരിതത്തിൽ നിന്നും പ്രപഞ്ചത്തിലുണ്ടാകുന്ന നെഗറ്റീവുകളിൽ നിന്നുമൊക്കെ രക്ഷ പ്രാപിക്കാൻ ശരിക്കും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്കെല്ലാവരും, അല്ലേ? അതെ. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റൊരാൾക്ക് ചെയ്യുക, നന്മകൾ മാത്രം എപ്പോഴും പറയുക, ഇത് മാത്രം ചിന്തിക്കുക, അല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ 2024 താങ്കൾ 2021 പറഞ്ഞ പല പ്രവചനങ്ങൾ 2024 നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നന്മ വരുന്ന കാര്യങ്ങളിലൂടെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിന്മയും നന്മയും ഉണ്ടെങ്കിൽ ജീവിതമുള്ളൂ, ലൈഫുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കൂടെ കൂട്ടിക്കലർന്ന ജീവിതം ഇനിയും വരട്ടെ, ഇല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു വാക്കിൽ നിന്നും അല്ലെങ്കിൽ പ്രവചനത്തിൽ നിന്നും വരട്ടെ, പല ആൾക്കാർ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ പറഞ്ഞ ഞാനും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.